2 കിലോ കരിപ്പെട്ടി വേണം. തരാം ചേച്ചി. മോളെ സുഖം തന്നെയല്ലേ? സുഖാണ്. മോളെ ഒന്ന് വേഗം ഒന്ന് കെട്ട്. എന്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനല്ലെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞു. തിരിച്ചവൻ എന്ന് ഉദ്യോഗത്തിൽ കയറിയോ അതോടെ ഈ വിഷമം എല്ലാം പോയി മോളെ. എല്ലാം ഞാൻ തീരുമാനിച്ചു. അച്ഛനോട് വരാൻ പറഞ്ഞോളൂ. ഡാഡി, അദ്ദേഹത്തിന്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു. അതെ ഡാഡി, ഉടനെ തന്നെ അച്ഛനോട് വരാൻ പറഞ്ഞു. ഓക്കെ മോളെ. രവി, എന്റെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്തേക്കെ. ഓഫീസ് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അതെങ്ങനെയാണ് സാർ? 4 കമ്പ്യൂട്ടറും പൊക്കിക്കൊണ്ട് 8 പേര് പുറകെ വന്നാൽ മതി. സാർ ബായ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ഓക്കെ. ബായ് എയർപോർട്ടിലേക്ക് പോകുന്നു സർ. 9:55 ചെന്നൈ ഫ്ലൈറ്റ് ഉണ്ടോ? ഉണ്ട് സാർ. സാർ സഹോദരന്റെ ഫോൺ ഔട്ട് ഓഫ് റീച്ചാ. ഒരു പക്ഷേ ചെന്നൈയിൽ വെച്ച്. சொல்லுங்க நரசிங்கம். സാർ ചിന്ന സഹായം. I will do that. நீங்க சொன்னால் இனியும் வெளியே வரல. ഒരു പക്ഷേ കണക്ടിംഗ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണമെന്ന് ചെക്ക് பண்ண முடியுமா? நீங்க சொன்னால் இங்க தான் வெயிட் பண்ணிட்டு இருக்கு. 11:20க்கு ട്രിവാൻഡ്രം ഫ്ലൈറ്റ് പിടിക്കാൻ പോയിട്ട് ഇருக்கு. ഇനി 1.5 മണിക്കൂറിൽ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിൽ ലാൻഡ് ചെയ്യും. നമ്മൾ ചെന്ന് കയറാൻ 3 മണിക്കൂർ. സാർ എന്റെ ഫ്രണ്ട് അവിടുത്തെ ഒരു സ്റ്റേഷനിൽ എസ് ഐ ആണ്. വിശ്വസിക്കാമോ? അതെ സാർ, ഇപ്പൊ പറഞ്ഞ 1 മണിക്കൂറിൽ അവിടെ ചെല്ലും. അയാൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. എത്രയും എയർപോർട്ടിലേക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ. ഓക്കെ സാർ. സാർ പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യ്. എനിക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയണം. എവിടെയുള്ളത്? കൊട്ടാരക്കര ഫോറസ്റ്റ് ഏരിയയില സാർ. ചേട്ടാ വരൂ വരൂ. അത് ഏത് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്? മുള്ളഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഏരിയ സാർ. ചേട്ടാ ഞങ്ങൾ ഈ 1 ലോഡ് മരത്തിലുണ്ടല്ലോ 1.5 ടൺ ചന്ദനം കിടത്തും. പിന്നെ അല്ലേ ഈ 70 കിലോ മാവ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ചുണ്ടക്ക പോലെ അല്ലേ ചേട്ടൻ ഇരിക്ക്. We will help you sir. താങ്ക് യു. No mention. സാർ സഹദേവന്റെ സെല്ല് ഇപ്പോൾ കേരളത്തിൽ റീച്ചാണ് സാർ. എല്ലാം വിചാരിച്ച പോലെ നടക്കും. പറയൂ സഹദേവാ. ചാരക്ക് നായർ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ബായ്. സാർ പ്ലീസ് വെയിറ്റ്. ഓക്കെ സാർ. നിങ്ങൾ എന്നോടോ. അവരകത്തുണ്ട് സാർ. നാല് ചുറ്റും നോക്കണം. ഏട്ടാ അവിടെ പോലീസ് ഉണ്ട്. നേരെ നോക്കിക്കതാ. എല്ലാരും ഫോളോ അപ്പ് ചെയ്ത് വാ. വരുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റോ ചെക്ക് പോസ്റ്റോ വല്ലതുണ്ടോ? ആര്യകാവിലെ റെയിൽവേ ഗേറ്റ് ഉണ്ട് സാർ. ക്ലോസ് ചെയ്യാൻ പറ. ഓക്കെ സാർ. നിങ്ങൾ പുറകോട്ട് പോ, ഞാൻ ഓടിച്ചോളാം.
എന്താ ഭായ്, എന്താ പറ്റി? നരസിംഹനെ ഞാൻ കൊന്നു. ഞാൻ ഇവിടുന്ന് വന്നോണ്ടിരിക്കുക. ബോർഡറിലേക്ക് ഉടൻ തന്നെ ഒരു വണ്ടി അയക്കി. ഇതുകൊണ്ടാണ് ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞത്. കേട്ടോ ബായ്? നമ്മുടെ വക്കീലിനോട് പറഞ്ഞ ജാമ്യം ഡ്രഗ്സോട് കൂടിയാ പിടിച്ചിരിക്കുന്നേ. ബെയിലും കിട്ടില്ല, ഒരു മറ്റതും കിട്ടാൻ പോകുന്നില്ല. സാർ എത്ര കൺട്രോൾ ചെയ്തിട്ടും പബ്ലിക്കിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവോ സാർ? കടകളൊക്കെ അടിച്ച് നശിപ്പിക്കുവോ സാർ? ചായങ്കലിക്ക് ജലവീരങ്കി വെച്ച് എല്ലാത്തിനെ ഓടിച്ചുവിട്. ഈ ബഹളം എല്ലാം കഴിഞ്ഞ് സാവകാശം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. യെസ് സാർ. പിടിച്ചെടുത്ത മെറ്റീരിയൽ എല്ലാം തൂക്കിക്കൊണ്ടിരിക്കുക സാർ. എല്ലാം 70 കിലോ വെച്ചുണ്ട്. 70 വാസി സാർ. FIR 62.5 കിലോ പിടിച്ചെന്നുള്ള കണക്ക് എഴുതിയാൽ മതി. ബാക്കിയുള്ള 7.5 കിലോ മാറ്റി വെച്ചേക്ക്. എടാ നരസിംഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്നെ പുറത്തിറക്കിയില്ലെങ്കിൽ ഈ ടൗൺ മാത്രമല്ല ഇവിടെയുള്ള ഓരോ ഗ്രാമങ്ങളും കത്തിയെരിയും. നിന്റെ നാടായ ചാലക്കുടി ചാമ്പലാകും. ഓപ്പൺ സാർ. നിന്നെ അടിച്ചോടാ, ഇടിച്ചോടാ, അതോ നാണം കെടുത്തി നിന്നെ അപമാനിച്ചോ? പിന്നെ എന്തിനാണ് നീ കിടന്ന് അലർക്കൂന്നെ? പണത്തിനായിട്ട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിനക്ക് കുറ്റബോധമില്ല. 5 നേരം നീ കിടന്ന് നിസ്കരിച്ചിട്ട് ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ടോ എന്നുള്ള പേടിയുണ്ടോടാ? ഇറങ്ങി നോക്കടാ. ഈ നാട്ടിൽ ഇപ്പൊ എന്താ നടക്കുന്നത് നിനക്ക് അറിയാവടാ? അകത്ത് കിടന്ന് കളിക്കുവാ നീ. എരിച്ച് കൊല്ലും ഞാൻ. നിനക്ക് എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. വലയില് കുടുങ്ങിയാലും ചാവാത്ത മീനാടാ ഇത്. ഓടി നടക്കുന്ന മീനെ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്ന കൊക്ക്. കാത്തിരുന്നതിനെ വലയിൽ വീഴ്ത്തിയവനാടാ ഞാൻ. എന്റെ കണ്ണിൽ നിന്നും ഒരുത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല. കോൾ ഫോർ അർജന്റ് മീറ്റിംഗ്. ബായി അറസ്റ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ച് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തിയത്. ചിരിക്കുന്നല്ലേ? നാണമാകുന്നില്ലേ? കള്ളക്കടത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നതും ജയിലിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതും ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ പുറത്തുവിടുന്നതും സാധാരണ കാര്യമാണല്ലേ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിടാത്ത എന്താണെന്നറിയാമോ? അവനേട് തകർത്തിടാൻ വേണ്ടിയായിരുന്നു. ഇനി നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല. നിങ്ങൾ ലീവ് എടുത്താലും ശരി, ട്രാൻസ്ഫർ എടുത്താലും ശരി, ഈ ജോലി വിട്ട് പോയാലും ശരി, അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നടക്കും. മനസ്സിലായോ? ഗെറ്റ് ലോസ്റ്റ്. എന്താ മിസ്റ്റർ നരസിംഹൻ ഇത്ര പെട്ടെന്ന് വന്നത്? ബായിയെ കസ്റ്റഡിയിലെടുത്തു. പിന്നെ നിങ്ങൾ എപ്പോഴാ വന്ന് സറണ്ടർ ആകാൻ പോകുന്നതെന്ന് അന്വേഷിക്കാമെന്ന് കരുതി. മൈൻഡ് യുവർ വേർഡ്സ്. എന്താണ് നീ അഭിനയിക്കുന്നത്? നീ കണ്ണ് കാണിക്കും, ബായ് ഗണ്ണ് കാണിക്കും, സഹദേവൻ കല്ല് കേട്ടി ശവം കടലിൽ താക്കും, കൂടാതെ ഡാനിയുടെ കയ്യിൽ നിന്ന് ചരക്കും വാങ്ങും അല്ലേ? ചോദിച്ച 2 പേരും ശത്രുക്കളായിട്ട് അഭിനയിക്കും. ഒരു പ്രാവശ്യം നീ എന്നെ അറസ്റ്റ് ചെയ്താ എല്ലാ കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കൂടാ. എന്റെ സഹദേവൻ സേഫ് ആണെന്ന് നീ വിചാരിച്ചിരിക്കുക? കഴിഞ്ഞ മാസം 28-ാം തീയതി ജയില് തകർത്ത് ഡാനിയെ കപ്പലേറ്റി വിട്ടിട്ട് അവൻ കന്യാകുമാരി പോയി സെറ്റിൽ ആയിരിക്കുക. അവൻ സിം കാർഡ് മാറ്റി, പക്ഷെ സെൽഫോൺ മാറ്റിയിട്ടില്ല. അവന്റെ സെൽഫോണിലുള്ള IME നമ്പർ വെച്ച് എത്ര സിം കാർഡ് മാറ്റി ഏതെല്ലാം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരാഴ്ച നാഗർകോവിലുണ്ടായിരുന്നു, 5 ദിവസം കുറ്റാലം, 4 ദിവസം മധുര, 8 ദിവസം കുമളി. ഇപ്പൊ ഒടുവിൽ അവൻ രാമേശ്വരത്ത് വന്ന് സെറ്റിൽ ആയിരിക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് നിനക്ക് ചരക്ക് ഇറക്കി തന്നിട്ട് ബായിയെ അറസ്റ്റ് ചെയ്തതുപോലും അറിയാതെ റോഡിൽ ഒരു തട്ടുകടയിൽ നിന്ന് പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയായിരുന്നു പന്നി. സംശയമുണ്ടോ? ഫോൺ കുത്തി ചോദിക്കേ. സാർ പറയൂ സാർ. എവിടെയുള്ളേ? രാമേശ്വരത്താ സാർ. ആഹാരം കഴിക്കാം. കേറ്റിക്കൊണ്ടിരിക്കുവല്ലേ? ആവശ്യമുള്ള സമയത്ത് പിടിക്കാന്നാ കരുതിയത്. എപ്പ നിനക്ക് അവനെ ആവശ്യമില്ലെന്ന് തോന്നിയോ? ഇനി എനിക്കും അവനെ ആവശ്യമില്ല. യെസ് സാർ. അക്യൂസ്ഡ് എന്താ ചെയ്യുന്നേ? ആഹാരം കഴിച്ചിട്ട് കൈ കഴുകുന്നു. എത്ര ദൂരത്താ? 40 മീറ്റർ സാർ. ടേക്ക് പൊസിഷൻ. ഓക്കെ സാർ. ഫയർ. ചത്തുപോയി പാവം. വേഷം മാറി വന്ന പോലീസുകാർ നമ്മുടെ ചേട്ടനെ കൊന്നു കളഞ്ഞു സാറ്. 100 മൈൽ ദൂരത്ത് പോകാൻ 10 സെക്കൻഡ് മതി. അടുത്ത് നിൽക്കുന്ന നിന്നെ കൊല്ലാനോ 1 മിനിറ്റ് പോലും വേണ്ട. ദൈവം നിനക്കായിട്ട് നല്ലൊരു കുടുംബം തന്നിട്ടുണ്ട്, നല്ലൊരു ജോലിയും നിനക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും പണത്തിന് വേണ്ടി കഴുകിന്റെ സ്വഭാവം കാണിക്കുന്നത് കാണുമ്പോഴാടാ വേദന ഉണ്ടാവുന്നത്. ഇങ്ങോട്ട് നോക്ക്. നാളെ സഹദേവന്റെ ബോഡി വരും. മര്യാദയ്ക്ക് ശവം ഏറ്റുവാങ്ങി പെട്ടിയിൽ വെച്ച് മാലയും അതിലിട്ട് കുഴിച്ചുമൂടി അതിൽ കുരിശും വെച്ച് നീ നേരെ പൊയ്ക്കൊണ്ടേയിരിക്കണം. അതല്ലാതെ ആളെ കൂട്ടി ടൗണിൽ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യാന്ന് കരുതിയുണ്ടല്ലോ,
സഹദേവനെ പോലെ മറ്റൊരു പെട്ടിയിൽ നിന്നെയും തെമ്മാടിക്കുടിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. എഴുന്നേക്കടാ. ഒരു കുപ്പി മദ്യത്തിനും ബിരിയാണിക്കും പൈസയ്ക്കും വേണ്ടി പൊതുജനങ്ങളുടെ നേരെ കല്ലെടുത്തെറിയുന്നു, കടകളെല്ലാം തല്ലി തകർത്ത് അകത്ത് കയറി മോഷ്ടിക്കുന്നു. ശരിയാണോടാ? തെറ്റല്ലേ ഇതെല്ലാം? അന്ന് ജാലിയൻ വാലാബാഗിൽ നടന്ന സംഭവം നമ്മുടെ ആൾക്കാരെ 4 ചൂരകൾക്കകത്തിട്ട് ചുട്ടുകൊന്നു. അവരെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ത്യാഗികളാണ്. ഇന്ന് പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം തകർത്ത നിങ്ങൾക്ക് ജാലിയൻ വാലാബാഗിൽ എന്താ നടന്നെന്ന് ഇപ്പൊ കാണിച്ചു തരാൻ പോവാ. കാരണം നീയൊക്കെ ദ്രോഹികളാണ്. ഇവന്മാരുടെ അലർച്ച കേട്ട് റോഡിൽ നിന്ന് തെറ്റിയെന്നവരൊക്കെ പേടിക്കണം. ഓക്കേ സാർ, അവന്മാരുടെ കുട്ടി അടിച്ച് പൊട്ടിക്കാ സാർ. കാര്യം ബൈ ചാർജ്. നിനക്ക് അടിച്ച് പൊട്ടിക്കണോടാ. ഇതെന്താ കാണ്ടാമൃഗം മുട്ടയിടുന്ന പോലെ മുക്കിക്കൊണ്ടിരിക്കുന്നേ? എടോ, ഇവിടെ കിടന്ന് വട്ട് കാണിച്ച പ്രതിമ ഇല്ലാതാക്കല്ലേ. ഇവിടെ കല്യാണം കഴിയുന്നത് വരെ സൂപ്പർവൈസറിന്റെ ജോലി നോക്കാൻ അയച്ച ആളാണ് ഞാൻ. ഇത് വെറും നിശ്ചയം മാത്രമാണെന്ന് കരുതുക. ഇനി കല്യാണത്തിന് നാട്ടുകാരെ മുഴുവൻ വിളിച്ചത് ആഘോഷമാക്കി മാറ്റാം. അച്ഛാ, ഇതിലൊരു 60 ലക്ഷം, ഇതിലൊരു 30 ലക്ഷം ഉണ്ട്. എന്താ ഇത്, കല്യാണമാണോ അതോ കള്ളക്കടത്താണോ ഇവിടെ നടക്കാൻ പോകുന്നത്? പെട്ടിക്കകത്ത് കാശ് നിറച്ചു കൊടുക്കുന്നു. എന്റെ ഐലാഷ് കട്ടായി. എന്റെ ചേച്ചി ടെൻഷൻ ആവാതെ, ഞാൻ മാരാരിന്ന് ഡ്രൈവറോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. അവിടെ റെവ്ലോൺ ലിപ്സ്റ്റിക് പോലും കിട്ടില്ല, പിന്നെ ഐലാഷസ് എങ്ങനെ കിട്ടാനാ? എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടും? ആ, എന്റെ അടുത്ത് ഉപയോഗിക്കാത്ത ഒരെണ്ണമുണ്ട്. എപ്പോഴാ വേണ്ടേ? സത്യ, ഇന്നാ എന്റെ നിശ്ചയം കേട്ടോ. തീർച്ചയായും നീ വരണം. ഞാൻ വരാം. I'll come with that. ചെറുക്കം വന്നു. അതെ അതെ, വലിയ നോട്ട് വെക്കണം. ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നോട്ട് ഇതങ്ങോട്ട് വെച്ച സാറേ. അല്ല, എന്തായി ഉണ്ടാക്കുന്നേ? നോക്കി ചെത്തിക്കോ, അല്ലെങ്കിൽ ചെത്തി പോകും. വിരളിന്റെ കാര്യമാണോ പറഞ്ഞത്? ദൈവമേ, അവരൊക്കെ പോയി. വന്നപ്പോ മുതൽ അന്വേഷിക്കുക. ഒന്നൊറ്റക്കിട്ടാൻ എവിടായിരുന്നു? ഞാൻ റെഡിയാവായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കൊള്ളാം. നിന്റെ നാണം ഞാൻ ഇപ്പഴാ കാണുന്നത്. ഞാൻ കണ്ടു സാർ. എന്ത് കണ്ടെന്നാ? സാറ് നാണിക്കുന്നത് ഞാൻ ഇപ്പഴാ കണ്ടത്. പുറത്തൊന്നും പറഞ്ഞേക്കില്ലേ? ഓക്കെ. ആരാണ് നാണിച്ചത്? ഒന്ന് പോടും.